Good morning, everyone. It gives me immense pleasure to welcome you all to Skill Sprint 2025, an initiative by JCA Tripura to learn, grow, and empower ourselves through a series of insightful sessions. Over the past weeks, we have explored a range of essential skills, and today we are here for session number 16, focusing on a thoughtful and timely topic, Sanmanasullavarku Samadhanam. To lead us through the session, we have with us a truly inspiring professional, JFB Fasila Aziz. She is a passionate trainer, counseling psychologist, and certified hypnotist, dedicated to helping individuals from all walks of life. With a strong academic root in English literature, psychology, interior design, and hypnotism, and Enneagram studies, she brings a practical edge and real world examples to her sessions. Her sessions have reached many, from students to parents, educators, police officers, entrepreneurs, and senior citizens, covering areas like leadership, stress management, emotional wellness, parenting, and entrepreneurial growth. She is known for her thoughtfully crafted content with a personal touch, ensuring each session is memorable. Professionally, she has held roles such as HR manager, project manager, office coordinator, and interior design faculty. Her journey in JCI has also been inspiring, having served as the national ambassador and director of Junior JC Wing of Zone 20. She is a certified trainer of Junior Chamber International India. With her experience, passion, and commitment, today's session promises to be truly inspiring. Without further ado, let us put our hands together and warmly welcome JFP Fasila Aziz. Over to our speaker, JFP Fasila Aziz from JC Vaitla. Over to you, ma'am. Thank you so much, Chairman and the President and all the participants. Welcome to my session. ഇങ്ങനെ ഒരു സീരീസ് നമ്മളുടെ സോണിലേക്കും അല്ലെങ്കിൽ അതർ സോണിലേക്കൊക്കെ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് സെഷൻസ് സംഘടിപ്പിക്കുന്നത് തന്നെ എന്റെ ടോപ്പിക്കായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. വെച്ചാൽ സർവീസ് ടു ഹ്യൂമാനിറ്റി ആണ്. ഓരോ ആഴ്ചയിലും ഓരോ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിൽ അത് എടുക്കാം, അക്സെപ്റ്റ് ചെയ്യാം. ഓരോ ടൈപ്പ് ലെസൺസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ലൊരു എന്താ പറയാ അപ്രീസിയേഷനും എന്നെ അതിനകത്ത് ഈ ഒരു പാർട്ടായിട്ട് എടുത്തതിലൊരു ഭയങ്കര താങ്ക്സും ഞാൻ പറയുകയാണ്. ആദ്യം തന്നെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, പീസ്, ഇതാണ് എന്റെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നിനും ഇപ്പൊ സമയമില്ലാത്തൊരു കാലമാണ്. സന്തോഷിക്കാൻ തന്നെ സമയമില്ല, പക്ഷെ സന്തോഷം എല്ലാവർക്കും വേണം അല്ലെ? ആ ഒരു തിങ്കിങ്ങോട് കൂടി തന്നെ നമുക്ക് ജസ്റ്റ് അടുത്തൊരു സ്ലൈഡിലേക്ക് പോകാം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഉണ്ടാവണം. ഒരു കലാകാരനുണ്ട്, ഉണ്ടാവണം. ഒരു ഗായകനുണ്ട്, ഉണ്ടാവണം. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം.
നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ പറഞ്ഞാലോ നമുക്ക് ചിലപ്പോൾ കോമാളിത്തരായിട്ട് തോന്നും അല്ലെ. പക്ഷെ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല. ഭയങ്കര തിരക്കാ. എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എന്നാലാ മനസ്സമാധാനം ഇല്ല. ദെൻ കം ടു ദ പോയിന്റ്. 1980-കളിലെ മലയാളം ക്ലാസിക് മൂവിയാണ്, മോഹൻലാല് ഹീറോ ആയിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത്. അതിലെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വാടക വീട്, സ്വന്തം വീട് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, ആ വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല, തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന എഫേർട്സ് ആണ്, തീവ്ര പരിശ്രമവും ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ ആ സിനിമയിൽ അദ്ദേഹം അത് പിന്നീട് അതിനൊരു സൊല്യൂഷൻ കാണുന്നുണ്ട്. അത് എത്ര പേര് അത് കണ്ടിട്ടുണ്ടാവും? ആ സിനിമ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഒക്കെ എന്തെങ്കിലും സാധനം ഇടാം, ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം, എനിക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ആരെങ്കിലും ആ സിനിമ കണ്ടവരുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ ആ സിനിമയുടെ ബ്രീഫ് എന്തായാലും എല്ലാവർക്കും അറിയാം, ഏകദേശം എന്താണ് അതിന്റെ സമ്മറി എന്നുള്ളത്. വാടക വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നതാണ് ഭയങ്കരമായിട്ട്. ഇതുപോലെ തന്നെയല്ലേ നമ്മളുടെ മനസ്സ് നമ്മൾ പലർക്കും വാടകയ്ക്ക് കൊടുത്തേക്കാണ് അല്ലെ. ഏതൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്? സ്ട്രെസ്, റിസെന്റ്മെന്റ്, പിന്നെന്താ പാസ്റ്റ് ട്രോമാസ്, ഭൂതകാലത്തിലുള്ള സമ്മർദ്ദം നിറഞ്ഞ ഭൂതകാലം, ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് അത് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? എന്നിട്ട് നമ്മൾ പുറത്ത് സമാധാനം അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ മോഹൻലാൽ എന്ന കഥാപാത്രം തന്റെ വീട്ടിലെ സമാധാനവും അതൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ യഥാർത്ഥ ഉടമകളാക്കിക്കൊണ്ട് അതിനകത്തുള്ള ടോക്സിക് പാറ്റേൺസ് ഒക്കെ നമ്മളൊന്ന് മാറ്റിക്കൊണ്ട്, വിഷലിപ്തമായിട്ടുള്ള പാറ്റേൺസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് അതിലേക്ക് നമുക്ക് സമാധാനത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. അതിനാണല്ലോ ഇപ്പൊ നമ്മൾ പാടുപെടുന്നത് അല്ലെ. അതാണ് വേണ്ടുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ടോപ്പിക് ഇതിലേക്ക് തന്നെ പോവാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മളുടെ ഇപ്പോ അദ്ദേഹത്തിന്റെ വീടിനെ വാടകയ്ക്ക് കൊടുത്തു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആ വീടായിട്ട് നമ്മുടെ മനസ്സിനൊന്ന് സങ്കല്പിക്കാം. ഒന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമ്മുടെ മൈൻഡ്, ഇഫ് അവർ മൈൻഡ് ഈസ് എ ഹൗസ്, നമ്മുടെ മൈൻഡ് നമ്മുടെ ഒരു വീടായിട്ട് സങ്കല്പിച്ചാൽ ഏറ്റവും കൂടുതൽ അത് ഒക്യുപ്പൈ ചെയ്തേക്കുന്ന എന്താണെന്നൊന്ന് ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താണ് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് വന്നേക്കുന്നതെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? മൈൻഡിനെ നമുക്ക് നമ്മുടെ ഹൗസിനോടൊന്ന് കണക്ട് ചെയ്യാം. ഇഫ് യുവർ മൈൻഡ് ഈസ് ലൈക്ക് എ ഹൗസ്, വിച്ച് റൂം ഈസ് ദ മോസ്റ്റ് മെസ്സി ടുഡേ? തോട്ട്സ്, അൺനെസസറി തോട്ട്സ് അബൌട്ട് ഫ്യൂച്ചർ. യെസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ച് ഇതൊക്കെയാണ് നമ്മുടെ കൂടുതൽ മെസ്സിങ് ആയിട്ട് കിടക്കുന്നത് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് നമ്മുടെ ഒരു ഹൗസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമുക്ക് വീട്ടിൽ എത്ര റൂം ഉണ്ടാവും? ഏറ്റവും പ്രധാനപ്പെട്ട റൂമൊക്കെ എന്തൊക്കെയാണ്? ഡൈനിങ് ഹാള്, ബെഡ്റൂം, ലിവിംഗ് റൂം, കിച്ചൺ, ഡൈനിങ് ഹാള്, ബെഡ്റൂം, ലിവിംഗ് റൂം. യെസ്, അതെ. അപ്പൊ നമുക്ക് നമ്മളുടെ മനസ്സിനെ ഒന്ന് നമുക്ക് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലിവിംഗ് റൂമിൽ എന്തായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്നത്? നമുക്ക് സാധാരണ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് റൂമിനെ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുവാണ്. പ്രസന്റ് സിറ്റുവേഷൻ വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിനെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തേതായിട്ട് വരുന്നത് ലിവിംഗ് റൂം ആണ്, നമ്മളെ പ്രസന്റ് ഇന്ററാക്ഷൻ. അവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഓവർ തിങ്കിങ് വരുന്നുണ്ട്, പിന്നെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ അതായത് ലിവിംഗ് റൂമിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും വഴക്കുണ്ടാകുന്നതൊക്കെ അല്ലെ. അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, കോൺഷ്യസ് മൈൻഡ് എന്താണോ അതാണ് നമ്മൾ ലിവിംഗ് റൂമിൽ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് എന്താണ്? കിച്ചൺ പറഞ്ഞു അല്ലെ. ആ കിച്ചണിൽ നമ്മൾ എന്താണ്? കിച്ചണിൽ കുക്ക് ചെയ്യുന്നു. കുക്ക് ഫുഡ്. ഓക്കെ, ഈ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതിനകത്ത് കണ്ടുവച്ചേക്കുന്ന ഒരു സംഭവം, കിച്ചൺ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മനസ്സിനെ നമ്മുടെ വീടുമായിട്ടൊന്ന് ഇതാക്കിയാൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു ലിവിംഗ് റൂം വരുന്നുണ്ട്, കിച്ചൺ വരുന്നുണ്ട്, പിന്നെ ബെഡ്റൂം വരുന്നുണ്ട്, ദെൻ സ്റ്റോർ റൂം വരുന്നുണ്ട്, പിന്നെ ഒരു സിറ്റ് ഔട്ട്, അല്ലെങ്കിൽ അതിനെ പകരം നമ്മൾ ബാൽക്കണി എന്ന് പറയാം. ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു വീട്ടിൽ മിക്കവാറും ഉണ്ടാവുന്നത്. ബാത്റൂം ഉണ്ടാവും. ബാത്റൂമിനെ തൽക്കാലം ഞാനൊന്ന് മാറ്റി നിർത്തിയേക്കുന്നത്, ബാത്റൂമിന്റെ ഒരു വേർഷൻ വേറെ പറയാം. അപ്പോൾ ലിവിംഗ് റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംഭവം,
അവിടെ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ലിവിംഗ് റൂമിൽ വരുന്നത്. അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്, ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഫൈറ്റുകൾ, ഇതെല്ലാം ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ലിവിംഗ് റൂമാണ്. അവിടെ ശരിക്കും നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന, അവിടെ ഇഷ്യൂസ് ഉണ്ടാകാൻ പോകുന്നത് ആങ്സൈറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് മൈൻഡ്ഫുൾനെസ് വന്നില്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാവും. രണ്ടാമത്തത് വരുന്നത് നമ്മുടെ കിച്ചൺ ആണ്. കിച്ചണിൽ വരുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ്. കിച്ചണിൽ നമ്മൾ കുക്കിംഗ് ഉണ്ടാവും, അവിടെ നമുക്കൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. ദെൻ പാസ്റ്റ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് പഠിച്ചിട്ടായിരിക്കും കിച്ചണിൽ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ മനസ്സിലാണെങ്കിൽ അവിടെ കിച്ചണിനെ നമ്മൾ റിസംബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത് ആൻ ഓൾഡ് ഇൻസൾട്ട്. നമുക്ക് അത് നമ്മൾ മുമ്പ് ഉണ്ടായിട്ടുള്ള നമ്മളുടെ കുറെ പ്രശ്നങ്ങൾ, അതായത് ഇതിനു മുമ്പ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഒരു ട്രെയിനിങ് നടത്തി അത് എന്തെങ്കിലും കുഴപ്പമായി, അല്ലെങ്കിൽ ഒരിടത്ത് പോയിട്ട് ഹാർട്ട്ഫുൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യപ്പെട്ട ഒരു കമന്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു പഴയ ഒരു ഇൻസൾട്ടിങ്, ഇതൊക്കെയാണ് കിച്ചണിൽ ഓൾഡ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പ്രശ്നമായിട്ട് കിടക്കുന്ന സാധനങ്ങൾ. നമുക്ക് പ്രശ്നമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ഞാൻ പറയുന്നത്. അപ്പോൾ കിച്ചൺ എപ്പോഴും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ്. അപ്പോൾ ഒന്ന് ലിവിംഗ് റൂം പ്രസന്റ് ഇന്ററാക്ഷൻസ് ആണ്, കോൺഷ്യസ് മൈൻഡിന്റെ ആണ്. രണ്ടാമത്തത് കിച്ചൺ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ്. മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുള്ള കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് ഒന്നുകിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ഓർക്കും, അതിന്റെ ഒപ്പം തന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യമായിരിക്കും ഏറ്റവും ഓർക്കുന്നത് അല്ലെ. മൂന്നാമത് വരുന്നത് ബെഡ്റൂം ആണ്. അപ്പോൾ രണ്ടാമത്തെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നമ്മൾ അത് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ, പഴയ കാര്യങ്ങൾ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഇൻസൾട്ടിങ്ങും ഒക്കെ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെമ്മറി, അതായത് നമ്മുടെ ഇത് നടക്കുവാണ്, റൂമിനേഷൻ നടക്കുവാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്പീച്ചിന് പോയപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തില്ല, ഒരു കാര്യത്തിന് പോയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തില്ല, അതെന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. വേണ്ട, എനിക്കത് ചെയ്യും. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു എൻ്റെ ബാച്ചിലേഴ്സ്, എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ട്, കോളേജിലെ ബാച്ച്മേറ്റ്സ് ആയിട്ട് ഞാൻ ഇന്നലെ വെറുതെ ഒരു ട്രിപ്പ് പോയി, ട്രിവാൻഡ്രം ട്രിപ്പ് പോയിട്ട് കുറെ വർഷം മുമ്പുള്ള ഫ്രണ്ട്സ് ആണ്. അവരൊക്കെ ആയിട്ട് ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഒരു കുട്ടി, ഞങ്ങള് ഇവിടെ എക്സ്കലേറ്ററിൽ കയറുമ്പോഴത്തേക്കും ഒരു കുട്ടി, രണ്ടുപേര് മാത്രം അവർ കയറുന്നില്ല. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ അതിലേ കൂടെ സ്റ്റെപ്പ് വഴി കയറി വന്നോളാം എന്ന് പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് എന്താ കാരണം എന്താ, ഇല്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പം ഒരാൾ പറഞ്ഞു ഞാൻ ഇതുവരെ അതിനകത്ത് കയറിയിട്ടില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ അതിൽ കയറിയപ്പോൾ എന്റെ ബാഗ് എന്തോ അവിടെ ഉടക്കിയിട്ട് എനിക്ക് ഞാൻ വീഴാൻ പോയി, അത് കാരണം എനിക്ക് ഭയങ്കര പേടിയാ, ഞാൻ കയറത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് കയറി മേളിൽ പോരണ്ടേ? അപ്പൊ പറഞ്ഞു ഇല്ല. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു എന്താ ഷിബ ഇത്, നമുക്ക് കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞില്ല പറ്റില്ല എനിക്ക് പേടിയാ. അപ്പൊ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ആക്കിയപ്പോഴും ഫ്രണ്ടിനോട് പറഞ്ഞു വിട്ടത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം എക്സ്കലേറ്ററൊക്കെ കയറാൻ ഇത്തിരി പേടിയുണ്ട്, അപ്പൊ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി സ്ഥിരമായിട്ട് ഇത്രയും വർഷമായിട്ട് ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടികൾ മാത്രം എക്സ്കലേറ്ററിൽ കയറും, ഇവര് ഒന്നുകിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരിക്ക് അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അത് എന്താ പറയാ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ, നമുക്ക് ഉയരാനുള്ള ഒരു വഴി അവിടെ ബ്ലോക്കായി വരുവാണ്, റൂമിനേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ ഇതാണ് കിച്ചൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇന്നലെ അപ്പൊ വൈകുന്നേരം പിന്നെ ചെയ്തൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധൈര്യമായിട്ട് ഞങ്ങൾ വിളിച്ചു, നമുക്ക് ഇതിൽ കയറാം, എക്സ്കലേറ്ററിൽ കയറാന്ന് പറഞ്ഞപ്പോ ഇല്ല എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ലാസ്റ്റ് ഒരു കുട്ടി ബാഗ്, ഞാൻ പറഞ്ഞു ബാഗ് കൈ പിടിച്ചോ, അവർ എനിക്ക് പേടിയാ ഞാൻ വീഴും എന്നെ പിടിച്ചോന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് എല്ലാവരും കൂടെ അതായിട്ട് ഞങ്ങൾ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ജസ്റ്റ് കാല് വെച്ചിട്ട് പിന്നെ നേരെ അങ്ങ് പോയി അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഇനി എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല. പക്ഷെ അതിന് നമ്മളത് റീഫ്രെയിം ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഈ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇതുപോലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ് നമ്മളെ മുന്നോട്ട്, നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി തടയും. അതാണ് കിച്ചൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. ദെൻ നമുക്ക് അടുത്ത് വരുന്നത് ബെഡ്റൂം ആണ്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഓരോ റൂമും ഒന്ന് മൈൻഡിൽ കണ്ടാൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മളുടെ ഡിസയേഴ്സും എല്ലാം ഇരിക്കുന്നത്. ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ആഗ്രഹങ്ങള്, പിന്നെ എന്താ പറയാ കുറെ സ്വപ്നങ്ങള്, നമ്മൾ ആ സ്ഥലത്താണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം ഈ മൈൻഡിന്റെ 2-3 റൂംസ് മാറ്റിയപ്പോൾ അതിൽ ബെഡ്റൂം എന്ന് പറയുന്നത് ആ റൂമിലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. ഇനി എനിക്ക് എന്താവണം, കുറെ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും വലിയ അംബാനിയെ പോലെ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അങ്ങനത്തെ കുറെ ക്രോർപതി ആവണം. അങ്ങനെ
പക്ഷെ അപ്പൊ എന്ത് ചെയ്യും, നമുക്കത് കുറെ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം ലോട്ടറി എടുത്തിട്ട് എനിക്ക് 10 കോടി ഉണ്ടാവണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താ, ലോട്ടറി കയ്യിൽ എടുത്തിട്ടുണ്ടാവില്ല. നമ്മൾ പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, പക്ഷെ ഞാനിത് മെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്റെ ഗോൾസുമായിട്ട് എനിക്ക് മെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു മച്ച് ഗോൾസ് നമുക്ക് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കും. പിന്നെ എന്താ, സ്ലീപ്പിംഗ് ട്രബിൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ ഡ്യൂ ടു അൺമെറ്റ് ഗോൾസ്, നമുക്ക് നമ്മുടെ എയിമുമായിട്ട് എയിം എന്താ പറയാ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ ഈ ബെഡ്റൂമിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അതാണ്. ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്കിങ് കൊണ്ടിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് തിങ്കിക്കും, ഇൻസോംനിയ ഉണ്ടാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ദെൻ രണ്ടാമത് പിന്നെ അടുത്ത വരുന്നതാണ് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട റൂം. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഏറ്റവും കൊണ്ടുപോകുന്ന ഒരു റൂമാണ്. അതേതാണെന്നറിയാവോ? നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഏതാണെന്നറിയാവോ? സ്റ്റോർ റൂം അല്ലെ? ഇവിടെ അധികം പേരില്ലേ സ്റ്റോർ റൂം. പണ്ടൊക്കെ മച്ചുംപുറമായിരുന്നു അല്ലെ? ഈ മച്ചുംപുറത്തുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യോ? മച്ചുംപുറം എന്ന് പറയുന്നത് ഇപ്പൊ എന്തായാലും സ്റ്റോർ റൂം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടുതലും പണ്ടത്തെ വീടല്ലല്ലോ, ഇപ്പോഴത്തെ വീട് വെച്ചിട്ട് നോക്കുമ്പോൾ കൂടുതലായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അതൊരു സ്റ്റോർ റൂം ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്റ്റോർ റൂം ആക്കി മാറ്റുമ്പോഴത്തേക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഴയ കുറെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ഉടനെ ഒന്നും ഉപയോഗിക്കാത്ത തന്നെ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടുവന്നിടും. അതാണ് സ്റ്റോർ റൂം. ഇത് നമ്മൾ ഇതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. സപ്രസ്ഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരാളോട് നല്ല ചീത്ത പറയണം എന്നുണ്ട്, ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയ വൂൺസ് ഉണ്ടാവും. നമ്മൾ അൺസ്പോക്കൺ ആയിട്ടുള്ള ഗ്രീഫ്, റിഗ്രറ്റ്, നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ റിഗ്രറ്റ്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള വൂൺസ്, ഇതെല്ലാമാണ് നമ്മൾ ഈ സ്റ്റോർ റൂമിൽ കെട്ടി വെക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഉടനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറുമ്പോഴേ തന്നെ കാല് തെറ്റി താഴത്തേക്ക് പോകുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ മച്ചിന്റെ പുറത്ത് നമ്മൾ കയറിയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ പഴയതിങ്ങനെ അടുക്കി വെക്കും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് തൊടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ കടകടകടേന്ന് സാധനങ്ങൾ താഴെ വീഴും. ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ബ്രേക്ക് അവിടെ വരും അല്ലെ? ഇത് തന്നെയാണ് നമ്മുടെ മൈൻഡിലും. ഈ ആവശ്യമില്ലാത്ത ഗ്രീഫും റിഗ്രറ്റും എല്ലാം നമ്മൾ വൂൺസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ട്രിഗർ ചെയ്യും പെട്ടെന്ന്. ഇത് വന്ന് കിടന്നിട്ട് പെട്ടെന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും. അതാണ് നമുക്ക് കൂടുതൽ ഇതിലെ ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇമോഷണൽ ബ്ലോക്ക് ഉണ്ടാവും. അവിടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ മാനസികമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇമോഷണൽ ബ്ലോക്ക് ആണ്. സ്റ്റോർ റൂമിൽ ഇത്രയും സാധനങ്ങൾ കൂട്ടിയിടുമ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചറിയാലോ. സ്റ്റോർ റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഒരു ഉപയോഗം ഇല്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാതെ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്നറിയോ? നെക്സ്റ്റ് വരുന്നത് ബാൽക്കണിയാണ്, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ആണ്. ബാൽക്കണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിഷൻ ആൻഡ് പർപ്പസ് ആണ്. വിഷൻ അല്ലെങ്കിൽ പർപ്പസ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് നമ്മുടെ ലോങ് ടൈം ഗോള് എന്നുള്ളതാണ്. ശരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലാരിറ്റി ലോസ് ആവും. അതായത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ക്ലാരിറ്റി, എന്താണ് എനിക്ക് വേണ്ടുന്നുള്ള ഒരു ക്ലിയർ പിക്ചർ ഇല്ലായ്മയാണ് ഈ ബാൽക്കണി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വരുന്നത്. നമുക്കത് എന്ത് ചെയ്യും, ഫീലിംഗ് ഹോപ്പ്ലെസ് ആണ്. നമ്മൾ ഹോപ്പ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ബാൽക്കണി ആയിട്ട് റൂംസിനെ സിംബിളൈസ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നതാണ്. ഞാനിത് ഒന്നുകൂടെ പറയാം. ലിവിംഗ് റൂം എന്ന് പറയുന്നത് പ്രസന്റ് ഇന്ററാക്ഷൻസ് ആണ്. ഓവർ തിങ്കിങ്ങും അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവമാണോ, ഭയങ്കര നോയ്സി ആണോ, ഇതെല്ലാം ഇപ്പൊ നടക്കുന്നതാണ്. രണ്ടാമത്തെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആണ്. അതായത് നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുള്ള ഇൻസൾട്ടിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവങ്ങളാണ്. അത് നമ്മൾ വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തത് ബെഡ്റൂം ആണ്. നമ്മളുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം ഡിസയേഴ്സ് ആണ്. നാലാമത്തത് സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. അഞ്ചാമത്തത് വിഷൻ ആൻഡ് പർപ്പസ് ആണ്. ഇത് പറയുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ റൂം ആണെങ്കിൽ ഈ റൂം ഭയങ്കര മെസ്സി ആയിട്ടിരുന്നാൽ, ലിവിംഗ് റൂമിൽ എല്ലാ സംഭവങ്ങളും എല്ലാം ഭയങ്കര നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ കറക്റ്റ് ഓർഡറിലല്ലാതെ കസേരകളൊക്കെ ഇടുകയും, ബെഡ്റൂമിലാണെങ്കിൽ എല്ലാം വാരി വലിച്ചിടുക, സ്റ്റോർ റൂമിലെല്ലാം ഡംപ് ചെയ്യുക, കിച്ചണിലാണെങ്കിലും ഭയങ്കര പഴകിയ സാധനങ്ങളൊക്കെ വെക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് റൂമായിരിക്കും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീടായിരിക്കും നമുക്ക് ഇഷ്ടം? ഏറ്റവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്തിരുന്ന വീടായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം അല്ലെ? ഇന്നർ പീസിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് നമ്മൾ. നമ്മുടെ ഇന്നർ പീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ഒരു വീടാക്കി നോക്കിക്കഴിഞ്ഞാൽ
അതൊരു 5 റൂംസ് അടങ്ങിയിട്ടുള്ള വീടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ റൂമും നമ്മൾ ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്യണം റെഗുലറായിട്ട്. ഈ ഒരു 1 hour സെഷൻ കൊണ്ട് ഇന്നർ പീസ് ഫുള്ള് കിട്ടണം എന്നില്ല. പക്ഷെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു സമയത്ത് ഒരു ദിവസം ഇന്ന് ഞാൻ വീട് നന്നായിട്ട് വൃത്തിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തിന് വരെ ആ വീട് ക്ലീൻ ആയിട്ട് ഇരിക്കണം എന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടുന്നത് ക്ലീനിങ് ദ കിച്ചൺ. ഈ ക്ലീനിങ് ദ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകളാണല്ലോ. അപ്പൊ തോട്ടിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നു. നമ്മുടെ ബ്രെയിൻ ഒരുപാട് അൺനെസസറി തോട്ട്സ് ആണ് ഡെയിലി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു തോട്ട് ഡംപ് നമ്മളെ എന്താ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കളയാൻ സഹായിക്കും. ആവശ്യമില്ലാത്ത തോട്ട്സിനെ അത് പുറത്തേക്ക് കളയാൻ സഹായിക്കും. എങ്ങനെയാണ്? ഒരു മെസ്സി ഡ്രോയർ, നമ്മളൊരു മെസ്സി ആയിട്ടുള്ള ഒരു ഡ്രോയർ ക്ലീൻ ചെയ്യുന്ന പോലെ അത് നമുക്ക് കളയാൻ സാധിക്കും. ജസ്റ്റ് എല്ലാവരും ഒരു കാര്യം എഴുതാവോ? ഒന്നുമില്ല, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യങ്ങള് ഒന്ന് ഗ്രാമർ ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു ടെൻഷൻ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു 1 minute 2 minute എടുത്തിട്ടൊന്ന് എഴുതാവോ. ചിലപ്പോൾ അതിന് ഗ്രാമർ ഒന്നും വേണമെന്നില്ല. ഐ ഫോർഗോട്ട് ദാറ്റ്, അല്ലെങ്കിൽ ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. നമുക്ക് റിഗ്രറ്റ് അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നുന്നോ എന്തെങ്കിലും ഇപ്പൊ ടെൻസ്ഡ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സംഭവം ജസ്റ്റ് ഒന്ന് എഴുതാവോ. എഴുതി കഴിഞ്ഞാൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇപ്പൊ ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ ഉള്ള എന്തെങ്കിലും കുറെ ടെൻഷൻസ് ഉണ്ടാവും. ഞാൻ പഠിച്ചിട്ടില്ല, അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതൊന്നും ഒരു ഗ്രാമർ ഇല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതി വെക്കാം. ഇത് എഴുതി വെക്കുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. വീട് ഒരു സ്ഥലത്ത് നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് മാറുമ്പോഴത്തേക്കും കുറേ സാധനങ്ങൾ നമ്മൾ അടുക്കി പറിക്കാൻ വീട്ടിനകത്ത് ആ വണ്ടിക്കകത്ത് ലഗേജ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ലഗേജ് തിരിച്ചു കൊണ്ടുവന്ന് റൂമിലേക്ക് അല്ലെങ്കിൽ ആ അടുത്ത വീട്ടിലേക്ക് വെക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഓർഡർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ ആ ലഗേജ് എല്ലാം നമ്മൾ താഴത്തേക്ക് ഇറക്കി വെക്കും അല്ലേ? ഇപ്പൊ നിങ്ങൾ അതൊരു പേപ്പറിലേക്ക് താഴത്തേക്ക് ഇറക്കി വെച്ചു. ജസ്റ്റ് ലൈക്ക് അൺലോഡിങ് ലഗേജസ്. ഒരു വണ്ടിയിൽ നിന്ന് ലഗേജസ് ഒന്ന് നിങ്ങൾ ഇറക്കി വെക്കുവാണ്. അത് ഇറക്കി വെക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൈൻഡ് ഒന്ന് ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇപ്പൊ, അതായത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ, ഇപ്പൊ കിച്ചണാണ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാധനങ്ങളെല്ലാം നമ്മൾ എന്താണ് എനിക്ക് അനുഭവപ്പെട്ട സംഭവങ്ങൾ അതെല്ലാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ജസ്റ്റ് എഴുതി വെക്കുക. എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു ലൈറ്റർ ഫീൽ, രണ്ടാമതൊന്നുകൂടെ വായിച്ചു നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. ഇത് നമ്മൾ എഴുതി വെക്കാത്തത് കൊണ്ട്, എഴുതി വെക്കുമ്പോൾ ഒരു ഗുണം അതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കിയതുപോലെ ഒരു പകുതി ഫീല് നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. ശരിക്കും അത് വരുന്നത് എന്താ വെച്ചാൽ ഒരു ഡ്രോയർ ക്ലീൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കിച്ചണിലെ ഏതെങ്കിലും ഒരു പാർട്ട് പതുക്കെ നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന പോലെ നോക്കിയാലും മതി. കുറെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം താഴത്തേക്ക് വെക്കുന്നു. രണ്ടാമത്തതായിട്ട് വരുന്നത്, ഇതിനകത്ത് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, ഹിപ്നോട്ടിക് ആങ്കർ. അതായത് ക്രിയേറ്റിംഗ് കാം കോർണർ ഇൻ ദ ലിവിംഗ് റൂം. ലിവിംഗ് റൂം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാം ആക്കി വെക്കാം. അതിന് ചെയ്യുന്നത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിനെ തന്നെ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യുന്നതാണ്. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ കണ്ണടച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ എഴുതിയ സംഭവങ്ങളില്ലേ, എന്തെങ്കിലും ഒരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യം മാത്രം നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ദെൻ അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻ ചെയ്യുക. ദെൻ വീണ്ടും ബ്രീത്തിങ് ചെയ്ത് കണ്ണടച്ച് വെച്ചിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, നമ്മൾ ഏറ്റവും കാമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. അത് ഫീൽ ചെയ്തിട്ട്, ഞാനിപ്പോ അതിലേക്ക് നിങ്ങളെ ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ല, എന്നിട്ട് അത് ആലോചിക്കുമ്പോൾ ദെൻ നമ്മുടെ ഏതെങ്കിലും ഒരു ഫിംഗർ, ഇപ്പം തമ്പും 4 ഫിംഗറും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. എപ്പോഴാണെന്നറിയോ? നമ്മൾ ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് തോന്നിയ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഭയങ്കര കാമായിട്ടിരുന്നിട്ട് കണ്ണടച്ചു വെച്ചിട്ട് ആ സംഭവം നമ്മൾ ഓർക്കുക. എന്തായാലും നമുക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ സന്തോഷം വരുന്നു. ആ സന്തോഷത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ ജസ്റ്റ് നമ്മുടെ ഈ തമ്പ് ഫിംഗർ നിങ്ങളുടെ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമുക്ക് ശാന്തിന്നോ ഐ ആം ഹാപ്പിന്നോ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉച്ചരിക്കുക. എന്നിട്ട് ഇതൊരു 3 പ്രാവശ്യം പറയുക. ഇതിനെ നമ്മൾ ഹിപ്നോട്ടിക് ആങ്കർ എന്നാ പറയുന്നത്.
ഈ രീതിയാണ് നമ്മൾ ലിവിംഗ് റൂം അല്ലെങ്കിൽ ലിവിംഗ് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ 3 പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രെസ് മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ഫിംഗർ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ വേഗം നമുക്ക് ആ പഴയ സന്തോഷം, നമ്മൾ ആ കാര്യം ഓർക്കും. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഓർക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കീ എന്ന് പറയുന്നത് ചേഞ്ചിങ് അവർ വാൾപേപ്പർ. വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാൾപേപ്പർ ആണ് നമ്മുടെ വീടിന്റെ ഭിത്തിയിലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? അത് ഇഷ്ടപ്പെടില്ല, കാരണം അത് മാറ്റാൻ ശ്രമിക്കും അല്ലെ. അതാണ് മൈൻഡിന്റെ കാര്യത്തിലാണെങ്കിൽ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്. നമുക്ക് ചില സമയത്ത് നമ്മളുടെ എന്താണ് സംഭവിക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് കൺട്രോളിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. തിങ്സ് ദാറ്റ് ഹാപ്പൻസ് നോട്ട് ഇൻ കൺട്രോൾ അല്ലെ. നമുക്ക് കൺട്രോൾ ഇല്ലാത്തതും അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെ, മാറ്റാൻ പറ്റുന്നതിനെ നമ്മൾ മാറ്റാൻ പറ്റാത്ത സംഭവത്തിനെ നമ്മൾ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിലൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ വേറൊരു രീതിയിൽ കാണാൻ പറ്റും. അതായത് ഇപ്പം നടക്കുന്ന ഒരു സംഭവം, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് നടന്നെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ഒരു തമാശ, ഒരു കോമഡി അതിനകത്ത് കൊണ്ടുവന്ന് കോമിക്കായിട്ട് അതിനെ കാണാം അല്ലെ. ഇല്ലെങ്കിൽ ചെയ്യാം, ഇപ്പോ നമ്മുടെ ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മളുടെ ബോസ് നമ്മളെ വഴക്ക് പറയുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഉടനെ നമ്മൾ ചിന്തിക്കുന്ന എന്തായിരിക്കും? പരീക്ഷയെ തോറ്റെങ്കിൽ ഞാൻ ഗുഡ് അല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എനിക്ക് കഴിവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിന് പകരം എനിക്ക് കഴിവുണ്ട്, ദിസ് ഈസ് ദ ചാൻസ് ടു ഇംപ്രൂവ്. ചിലപ്പോൾ അദ്ദേഹത്തിന് എന്നിൽ എന്തെങ്കിലും പൊട്ടൻഷ്യൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബോസ് എന്നെ വഴക്ക് പറഞ്ഞാൽ ഇതെനിക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെയാണ്, സെക്കൻഡ് ചാൻസ് ആണ്. ആ ചാൻസിലൂടെ എനിക്ക് അയാൾക്ക് എന്നെ പൊട്ടൻഷ്യൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ വാൾപേപ്പർ നമ്മളുടെ കോഗ്നിറ്റീവ് രീതിയിൽ നമ്മുടെ മൈൻഡിനെ നമ്മൾ റീഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. അതിലുള്ളൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളതിന് പകരം ദിസ് ഇസ് എ ചാൻസ് ടു ഇംപ്രൂവ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം എ സ്മാർട്ട്, ഐ ആം ആക്റ്റീവ്, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ദിസ് ടൈം വിൽ പാസ്, ആ ഒരു രീതിയിലൊക്കെ പോസിറ്റീവ് ആക്കി നമുക്ക് എടുക്കാം. ഈ വാൾപേപ്പർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താ വരുന്നത്? സെയിം സ്ഥലം തന്നെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. ഒരേ സ്ഥലം തന്നെ ഡിഫറെന്റ് ആക്കിയാണ് നമ്മൾ വാൾപേപ്പർ കണക്ട് ചെയ്യുന്നത്, മാറ്റുന്നത്. അപ്പം നമ്മൾ വീട് പെയിന്റ് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ വേറൊരു ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് എഫക്റ്റ് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ യെസ്, ഓപ്പൺ ദ വിൻഡോസ്. നമ്മൾ ഈ ഓപ്പൺ ദ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ വെന്റിലേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീടിന്റെ ഒക്കെ എല്ലാ ജനലുകളും ഒക്കെ അടച്ചു വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഈ ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഡസ്റ്റി റൂം ആവും അല്ലെ. ഇമോഷൻസ് കൂടുതൽ ഉള്ളിലേക്ക് ഒതുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ. അതിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അടച്ചു കിടക്കുന്ന ഒരു വീടിനകത്തേക്ക് അല്ലെങ്കിൽ ആ സ്റ്റോർ റൂമിലേക്ക് നമ്മൾ കയറിയിട്ട് പതുക്കെ ആ സ്റ്റോർ റൂമിന്റെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് പകരം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, പിന്നീടത്തേക്ക് നമുക്ക് ലൈഫ് ലേണിംഗ് ലെസൺസ് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം ആ സ്റ്റോർ റൂമിൽ വെക്കുക. നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കേണ്ടാത്തതല്ലാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ടാകും. നമ്മളെ കൂടുതൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മുടെ മുന്നോട്ടുള്ള വഴിക്ക് തടസ്സം നിൽക്കുന്ന ഒരുപാട് ബോക്സസ് അവിടെ ഉണ്ടാവും. ഓരോ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഒരു ബോക്സിൽ ഗ്രീഫ് ഉണ്ടാവും, ഒരു ബോക്സിൽ എന്താ പറയുക ഗിൽറ്റി ഫീല് അല്ലെങ്കിൽ വെറുപ്പുണ്ടാവും. ഓരോരോ ബോക്സുകൾ ഇത് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നമുക്ക് നാൾക്ക് നാള് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന ബോക്സുകളായിരിക്കും അതെല്ലാം. അതിനെല്ലാം പതുക്കൊന്ന് മാറ്റിയിട്ട് പകരം നമുക്ക് പിന്നീടത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റെസിപ്പീസ് അല്ലെങ്കിൽ പിന്നീട് ഈ ലൈഫ് ലേണിംഗ് കൊണ്ടിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ് കിട്ടിയിട്ട് അതിൽ കിട്ടിയ ലെസൺസ് നമ്മൾ അതിനകത്തേക്ക് വെക്കുക. ഇപ്പൊ നമ്മൾ ഒരു വർഷത്തേക്കൊക്കെ മാങ്ങ ഉപ്പിലിട്ട് കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ലെസൺസ് മാത്രം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെക്കുക. പകരം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇമോഷണൽ വെന്റിലേഷൻ, അതായത് എല്ലാ ജനലുകളും തുറന്നിടുക. ഇമോഷൻ നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് കളയുക. അതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടുള്ള, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരും അറിയാതെ കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ ആരും അറിയാതെ ഇരുന്ന് കരയാം, സൈലന്റ് ആയിട്ട് കരയാം.
നമ്മുടെ ബോഡി എക്സ്പ്രഷനും ഫേസിനെ എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് കളയാം. അതാണ് ഇമോഷണൽ വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം എനിക്കിവിടെ കയറ്റാൻ പറ്റില്ല. മൈ ബോസിൽ ഒരു സംഭവം ഉണ്ട്. അത് മൈ ബോസ് സിനിമ കണ്ടവരുണ്ടാവോ? ഞാൻ മിക്കവാറും എല്ലാം സിനിമയായിട്ട് കുറച്ച് കണക്ട് ചെയ്യാറുണ്ട്. മൈ ബോസില് ആ സിനിമയില് ദിലീപ് സ്റ്റാർ ചെയ്യുന്ന സിനിമയാണ്. അതില് ഓഫീസില് ഷാജോൺ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഷാജോണിന്റെ ബോസാണ്, ഓഫീസിന്റെ ഏറ്റവും ഇതായിട്ടുള്ള ബോസാണ് മമത മോഹൻദാസ്. പുള്ളിക്കാരി ഓഫീസിനെ റൂമിലേക്ക് വിളിച്ചിട്ട്, ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഷാജോണിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഫയർ ചെയ്യുന്നുണ്ട്, ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷാജോൺ തിരിച്ചിറങ്ങും. ഇറങ്ങിയിട്ട് ഒന്നും മിണ്ടാതെ നേരെ ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിൽ പോയി പൈപ്പ് ഓൺ ചെയ്തിടും, ഭയങ്കരമായിട്ട് പൈപ്പ് ഓൺ ചെയ്തിടും, ബക്കറ്റൊക്കെ ചവിട്ടി കൂട്ടും, പൊട്ടിക്കും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ബക്കറ്റ് മേടിച്ച് അവിടെ വെക്കുകയും ചെയ്യും. അതായത് ഇമോഷൻസിനെ അവിടെ ബ്രേക്ക് ചെയ്ത് വിടുവാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊന്നും ചവിട്ടി കൂട്ടാനല്ല പറയുന്നത്. എവിടെയെങ്കിലും നമുക്കൊരു റൂമിൽ മാറി ഇരുന്നിട്ട് നമ്മളുടെ ഇമോഷൻസിനെ ഒന്ന് വെന്റിലേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാനുള്ള വേറൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ വിൻഡോസ് ഇതാക്കിയിട്ട് രണ്ടാമത് ചെയ്യാവുന്നത്, നമുക്കത് ആരോടെങ്കിലും നമുക്കൊന്ന് ഷെയർ ചെയ്യാം അല്ലെ. ജസ്റ്റ് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത, മറ്റാരും കണ്ടാലും ബുദ്ധിമുട്ട് തോന്നാത്ത, അല്ലെങ്കിൽ ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പാരയാകും എന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഷെയറിങ്. ആരെങ്കിലും നമുക്ക് ഏറ്റവും വിശ്വസ്തരായ ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്ത് ഒന്ന് കരയുകയോ അത് പറഞ്ഞ് കുറച്ച് കുറയ്ക്കാം. രണ്ടാമത്തത് വീണ്ടും നമുക്ക് എഴുതാം. എന്തെഴുതാം? ഐ ഫീൽ ആംഗ്രി ബിക്കോസ് ഐ വിഷ് ഐ ഹാഡ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്, ഇതിങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതി വെക്കാം. ഇതൊക്കെ എഴുതുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് പതുക്കെ പതുക്കെ അത് മാറ്റുവാണ്, നേരെ അത് പേപ്പറിലേക്ക് കൊണ്ടുവരുവാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഫീല് തോന്നാറില്ലേ? ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് റീവെയറിംഗ് ആണ്. ലൈറ്റിംഗ് അപ്പ് ദ ബാൽക്കണി. ഇനിയാണ് നമ്മൾ ബാൽക്കണിയിലേക്ക് വരുന്നത്. ബാൽക്കണി മാത്രമല്ല, എല്ലാ റൂംസിലും, സ്റ്റോർ റൂമിലും എല്ലാ റൂംസിലും നമ്മൾ വെളിച്ചം കൊണ്ടുവരിക. ആ ബാൽക്കണി എവിടെ, മിക്കവാറും ബാൽക്കണിയൊക്കെ ചില ആൾക്കാർ യൂസ് ചെയ്യുന്നത് പഴയ ചെരുപ്പും സാധനങ്ങളും കൊണ്ടിടും. ചിലപ്പം 2 മാസം മുമ്പ് വെച്ച ഒരു ചെടി ഉണ്ടാവും. ആ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവില്ല, അത് വളർന്നിട്ടും ഉണ്ടാവില്ല, അത് വാടിക്കുറഞ്ഞ് മണ്ണും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ കിടപ്പുണ്ടാവും. കുറച്ച് വെള്ളം ഒഴിച്ചതിന്റെ മണ്ണ് താഴത്തേക്ക് വീണ് കിടപ്പുണ്ടാവും. മൊത്തത്തിൽ മെസ്സിയായിട്ടായിരിക്കും കിടക്കണം. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ബ്രെയിൻസിനെ റീവെയർ ചെയ്യുവാണ്, സന്തോഷത്തിന് വേണ്ടി റീവെയർ ചെയ്യുവാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്യാം. എങ്ങനെ? വാം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു നല്ലൊരു പവർ ആക്കിക്കൊണ്ട് അവിടെ കുറച്ച് ആ ചെടിയൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് മൊത്തത്തിലൊരു വാം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് ജനലൊക്കെ തുറന്നിട്ട് നല്ലൊരു ഇതിൽ അവിടെ നമുക്ക് സ്വപ്നം കാണാം. അതിന് നമുക്ക് ചെയ്യാവുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണല്ലോ. നമ്മളൊരു 3 ആൾക്കാർ അല്ലെങ്കിൽ 3 സാധനങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് ഇന്ന് നമുക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ളത് 3 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. ഏതൊക്കെയാണ് എൻ്റെ ഈ ഒരു റൂമിലേക്ക് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, അതാണ് ഉദ്ദേശിച്ചത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലേക്ക് നമ്മൾ കൊടുക്കേണ്ടുന്നത് ഒരു 3 കാര്യങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം. ഞാൻ ഇന്ന് താങ്ക്ഫുൾ ആയിട്ടുള്ള, ഇന്നത്തെ ഒരു ദിവസം ഞാൻ താങ്ക്ഫുൾ ആയിട്ടുള്ള 3 മൊമെന്റ്സ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള 3 ഐറ്റംസ് എന്തൊക്കെയാണ്, അല്ലെ 3 ആൾക്കാർ, ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മെമ്മറി തന്ന 3 പേര് ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് ഈ ഓരോ ലൈറ്റും, ഈ ഒരു 3 ആൾക്കാരെയും അത് നമുക്ക് എത്രത്തോളം ലൈറ്റ് നമുക്ക് കൂടുന്നോ നല്ല ഭംഗിയിൽ ആ റൂമിനെ അത്രത്തോളം വിശാലമാക്കും അല്ലെ. ഈ ഓരോ ലൈറ്റിനെ നമുക്ക് നമ്മുടെ റൂമിനെ വാംത്തും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ ആക്കി റൂമിനെ വിശാലമാക്കണം. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, യുവർ മൈൻഡ് ബിക്കംസ് എ പീസ്ഫുൾ പ്ലേസ്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് മാറും. ഞാനൊരു 4 പോയിന്റ്സ് പറഞ്ഞു. ലിവിംഗ് റൂം, കിച്ചൺ, ബെഡ്റൂം, സ്റ്റോർ റൂം, ബാൽക്കണി ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അതെല്ലാം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി തിരിച്ച് മോഹൻലാൽ എന്ന സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മോഹൻലാൽ എന്ന കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ള ഇതിൽ വന്നു കഴിഞ്ഞാൽ, മോഹൻലാലിന്റെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ആ വാടകക്കാരിൽ നിന്നും വീട് തിരിച്ചു പിടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, അതിനുവേണ്ടി പരിശ്രമം ചെയ്തു അല്ലെ. അദ്ദേഹത്തിന് പീസ് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ആ ഓണർഷിപ്പ് തിരിച്ചു കിട്ടണമായിരുന്നു. വല്ലവരും അല്ല എന്റെ വീടിന്റെ ഓണർഷിപ്പ് കൊണ്ടുപോകേണ്ടത്, ഞാൻ തന്നെയാണ്. അത് ഓർഡറിൽ കൊണ്ടുപോകണം. പീസ്, സമാധാനം ആവശ്യമായിരുന്നു. ഇത് നമ്മളുടെ ലൈഫിലും ആവശ്യമാണ് അല്ലെ. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ടെനൻസിനെ അല്ലെങ്കിൽ വാടകക്കാരെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റണ്ടേ. ഏതൊക്കെയാണ്? ഗിൽറ്റ്, കമ്പാരിസൺ, സ്ട്രെസ്, ഇങ്ങനെയുള്ള വാടകക്കാരെ മാറ്റിയിട്ട്
പകരം നമുക്ക് പീസ് അവിടെ വെൽക്കം ചെയ്യണ്ടേ, സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? ഏത് മെന്റൽ ടെനന്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് പുറത്തേക്ക് കളയണം എന്ന് ആഗ്രഹിക്കുന്നത്? ജസ്റ്റ് ഒന്ന് എഴുതാവോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങൾക്ക് ഇന്ന് ഏത് ടൈപ്പ് വാടകക്കാരനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് തള്ളേണ്ടുന്നതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? എ പേഴ്സൺ ഹു ഓൾവേസ് സ്പ്രെഡ് നെഗറ്റീവ്സ്. പക്ഷെ ആ നെഗറ്റീവ്സ് നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരു പേഴ്സണെ മാറ്റണം, അല്ലെങ്കിൽ ആ നെഗറ്റീവ്സ് മാറ്റിയാലും മതി, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ നമുക്ക് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എന്താ പറയാ, നമ്മളുടെ ക്ലീനിങ് ദ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിലൂടെയും, കിച്ചൺ ഉദ്ദേശിച്ച നമ്മള് ചിന്തകളെ നമ്മൾ ക്ലിയർ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്മൾ ആങ്കർ ചെയ്യുന്നു. വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആണ് നമ്മൾ ചെയ്തത്, അല്ലെ? നമ്മൾ തന്നെ അതിനെ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ റീഫ്രെയിം ചെയ്തിട്ട് നമ്മൾ അതിനെ കോമിക് ആക്കി കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അതിനെ ഇമോഷണൽ വെന്റിലേഷൻ വഴി നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വെന്റിലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ അതിനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഇപ്പോൾ അനുഗ്രഹങ്ങളെ തന്നെ നമ്മൾ ഓർത്ത് കൊണ്ടിട്ട് അത് എഴുതി വെച്ചിട്ട് അതിനെയാണ് നമ്മൾ വീണ്ടും കൂടുതൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ മാത്രം നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മളുടെ വീട്, മനസ്സാകുന്ന വീട് നമ്മളെ ലൈറ്റപ്പ് ചെയ്തിട്ട് മുഴുവൻ എല്ലാം ലൈറ്റ് കൊണ്ട് ക്ലിയർ ആക്കി നമ്മൾ ഭംഗിയാക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ വി ക്യാൻ ഗോ ത്രൂ എ ഹിപ്നോട്ടിക് വിഷ്വലൈസേഷൻ. എല്ലാവരും ഒന്ന്, ആരെങ്കിലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, അല്ലാതെ വീട്ടില് പീസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഒന്നിരിക്കുക. ക്ലോസ് യുവർ ഐസ് ജെന്റ്ലി, ടേക്ക് എ ഡീപ് ബ്രെത്ത്, hold it for a moment, exhale slowly. Again, breathe in and breathe out. Breathe in and breathe out. ഓരോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ ഒരു 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഒരു 4 സെക്കൻഡോട് കൂടി തന്നെ പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇമാജിൻ യു ആർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് യുവർ ഓൺ മൈൻഡ്. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സാകുന്ന വീടിന്റെ ഫ്രണ്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്യുക. എ ബ്യൂട്ടിഫുൾ ഹൗസ്, യുവർ ഹൗസ്. നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടിന്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ സ്വന്തം വീട്, നിങ്ങൾക്ക് കൺട്രോളുള്ള, നിങ്ങൾ ഓണർ ആയിട്ടുള്ള നിങ്ങളുടെ സ്വന്തം വീടിന്റെ നിങ്ങളുടെ സ്പേസ്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ സ്പേസ്, നിങ്ങൾക്ക് വിശാലമാക്കാൻ പറ്റുന്ന നിങ്ങളുടെ സ്പേസിന്റെ ഡോറിന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. യു ഹാവ് ദ കീ. ആ വീടിന്റെ കീ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. സ്ലോലി ഓപ്പൺ ദ ഡോർ. നിങ്ങളുടെ വീടിന്റെ ഡോറ്, മൈൻഡ് ആകുന്ന വീടിന്റെ ഡോറ് നിങ്ങൾ ആ കീ കൊണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. പ്ലീസ് സ്ലോലി ഓപ്പൺ ദ ഡോർ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ലിവിംഗ് റൂമിലേക്ക് കയറി കഴിഞ്ഞു. യു എൻ്റർ ദ ലിവിംഗ് റൂം. It's where today's conversations, worries and noise live. ഇത് ഇന്ന് നിങ്ങൾക്ക് നടന്ന കോൺവെർസേഷൻസ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഒച്ചപ്പാടുകൾ, ഇതെല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ നിങ്ങളുടെ ആ ലിവിംഗ് റൂം. യു ക്യാൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ബിഗിൻ ടു അറേഞ്ച് ഇറ്റ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലിവിംഗ് റൂമിലാണ് നിൽക്കുന്നത്. അവിടെ ഇന്ന് നടന്ന കോൺവെർസേഷൻസ്, ഇപ്പോൾ നടക്കുന്ന പ്രസന്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്കൊരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. യു ഡസ്റ്റ് അവേ ഒപ്പീനിയൻസ്. നമ്മുടെ ഒപ്പീനിയൻസിനെയൊക്കെ വൈപ്പ് ചെയ്ത് കളയുന്നു. സൈലൻസ് അൺനെസസറി നോയ്സ്. ആവശ്യമില്ലാത്ത നോയ്സിലേക്ക് സൈലന്റ് ആവുക. Place a calm plant of kindness near the window. ഒരു കൈൻഡ്നെസിന്റെ ഒരു പ്ലാന്റ്, ദയ എന്നുള്ള ഒരു ചെടി നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ ജനലിനടുത്തായിട്ട് പ്ലാന്റ് ചെയ്യുക. ദയ എന്നുള്ളൊരു സംഭവം, സിമ്പതി അല്ലെ കൈൻഡ്നെസ് ലിവിംഗ് റൂമിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുക. ദ റൂം നൗ ബ്രീത്ത്സ് പീസ്. ഇപ്പോ
പീസ്ഫുൾ ആയിട്ട് ആ റൂം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ടേക്ക് എ ഡീപ് ബ്രത്ത്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലിവിംഗ് റൂം പതുക്കെ പതുക്കെ അതിന്റെ വറീസ് എല്ലാം മാറ്റി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സൈലൻസും ആ ഒപ്പീനിയൻസ് ഒക്കെ, നെഗറ്റീവ് ഒപ്പീനിയൻസ് എല്ലാം നിങ്ങൾ മാറ്റുന്നു. അവിടെ ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു ചെടി അവിടെ കൊണ്ടുവന്ന് ജനലിന്റെ അടുത്ത് വെച്ചു. ദെൻ യു മൂവ് ഇൻ ടു ദ കിച്ചൺ. നിങ്ങളുടെ കിച്ചണിലേക്ക് നിങ്ങൾ പതുക്കെ പോവുകയാണ്. ഇറ്റ് സ്മെൽസ് ഓഫ് മെമ്മറീസ്. അവിടെയാണ് നിങ്ങളുടെ പാസ്റ്റ് നടന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാവുന്നത്. സം സ്വീറ്റ്, സം വിച്ചർ. കുറച്ച് മധുരമുള്ളതുണ്ടാവാം, കുറച്ച് കൈപ്പേറിയതുണ്ടാവാം, കുറച്ച് വിഷമിപ്പിക്കുന്നതെല്ലാം ഉണ്ടാകും. യു ഓപ്പൺ ഓൾ ജാർസ്. ഓരോ ജാറുകളും നിങ്ങൾ പതുക്കെ പതുക്കെ തുറക്കുക. കിച്ചണിലെ ഓരോ ജാറുകളും തുറക്കുക. റിഗ്രറ്റ്, പെയിൻ, ആങ്കർ. യൂസ് ചൂസ് ടു കീപ് ഓൺലി ദ ലെസൺസ്. അവിടെ പാഠങ്ങൾ മാത്രം, അതിൽ നിന്ന് കിട്ടിയ ലെസൺസ് മാത്രം ആ ജാറുകളിൽ നടക്കുക. യു ചൂസ് ടു കീപ് ഓൺലി ദ ലെസൺസ്. യു ത്രോ എവേ വാട്ട്സ് എക്സ്പയർ. എന്താണോ നമുക്ക് വേണ്ട എന്ന് തോന്നിയാൽ എക്സ്പയറിങ് ആയിട്ടുള്ള, ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള, നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളെല്ലാം ആ കിച്ചണിൽ നമ്മളിന്ന് മാറ്റുകയാണ്. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം മാറ്റുകയാണ്. യു വൈപ്പ് ദ കൗണ്ടേഴ്സ് ഓഫ് യുവർ പാസ്റ്റ്. എല്ലാ കൗണ്ടേഴ്സും നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വൈപ്പ് ചെയ്യണം. ആൻഡ് പ്ലേസ് എ ബോൾ ഓഫ് വിസ്ഡം ഓൺ ദ ടേബിൾ. അവിടെ കിച്ചണിലെ ടേബിളിൽ നമ്മൾ വിസ്ഡം എൻ്റെ ബൗള് വെക്കുകയാണ്. ഏറ്റവും നല്ല റെസിപ്പീസ് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കിച്ചൺ അവിടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ കിച്ചൺ വളരെ മനോഹരമായിരിക്കുന്നു. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് എല്ലാം നല്ല എക്സ്പീരിയൻസസ് ആണ് നമ്മൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല നല്ല ലെസൺസ് തന്ന എക്സ്പീരിയൻസസ് ആണ് ഇപ്പോൾ ആ കിച്ചണിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലിവിംഗ് റൂമും കിച്ചണും നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. നൗ ടേക്ക് എ ഡീപ് ബ്രത്ത്. യു ആർ ഇൻ ടു ദ ബെഡ്റൂം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ദ റൂം ഓഫ് ഡ്രീംസ് ആൻഡ് റെസ്റ്റ്. ഇവിടെയാണ് നമ്മളുടെ സ്വപ്നങ്ങളും ഒരുപാട് സ്വപ്നങ്ങൾ ഇരിക്കുന്നത്, തോട്ട്സ് ഒക്കെ കിടക്കുന്നത്. ദ ബെഡ് ഈസ് മെസ്സി വിത്ത് ലേറ്റ് നൈറ്റ് തോട്ട്സ്. ബെഡ് പഴയ തോട്ട്സ് കൊണ്ടും എല്ലാം ക്ലട്ടേഡ് ആയിട്ട് കിടക്കുകയാണ്, മെസ്സി ആയിട്ട് കിടക്കുകയാണ്. യു ജെന്യൂൻലി റിമൂവ് ദ ഓവർ തിങ്കിങ്. ഓവറായിട്ട് ചിന്തിച്ച കാര്യങ്ങളെല്ലാം പതുക്കെ 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 നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ പുതിയ പ്രതീക്ഷകളെ, ഹോപ്പിനെ നമുക്കവിടെ പില്ലോയെ ഹോപ്പാക്കി കൊണ്ടുവരാം. ഫ്ലഫ് ദ പില്ലോ വിത്ത് ഹോപ്പ്. ആ പില്ലോയെ നമുക്ക് ഹോപ്പ് കൊണ്ട് നിറയ്ക്കാം. നമ്മൾ തല വെച്ച് കിടക്കുന്ന തലയണയിലാണ്. ആ തലയണയിലേക്ക് നമുക്ക് കൂടുതൽ ഹോപ്പുകൾ കൊണ്ടുവരാം. നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ അതിനകത്ത് കൊണ്ടുവരുന്നു. നമുക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണോ ആ പ്രതീക്ഷകളെല്ലാം അതിലേക്ക് കൊണ്ടുവരുന്നു. വളരെ പോസിറ്റീവായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലാങ്കറ്റിനെ വലിച്ച് നമ്മുടെ സോളിലേക്ക് ഇടാം. ബ്ലാങ്കറ്റ് നമ്മുടെ നെയ്ത്തേക്ക് ഇടുന്നത് പോലെ പുൾ ദ ബ്ലാങ്കറ്റ്സ് ഓഫ് ട്രസ്റ്റ് ഓവർ യുവർ സോൾ. നമ്മളുടെ സോളിന്റെ മുകളിലേക്ക് ട്രസ്റ്റ് എന്ന ബ്ലാങ്കറ്റിനെ നമ്മൾ വലിച്ചിടുകയാണ്. അങ്ങനെ ബെഡ്റൂമിൽ നമ്മൾ നല്ല ഡ്രീംസും ട്രസ്റ്റോടുകൂടി നമ്മൾ കറക്റ്റ് ചെയ്ത് വരികയാണ്. പുൾ ദ ബ്ലാങ്കറ്റ് ഓഫ് ട്രസ്റ്റ് ഓവർ യുവർ സോൾ ആൻഡ് വിസ്പർ, ഐ ഡിസേർവ് ടു സെറ്റ്. സ്വയം മന്ത്രിക്കുക, ഐ ഡിസേർവ് ടു സെറ്റ്. ഞാൻ ഈ ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് എനിക്ക് അർഹതപ്പെട്ട ഗോളാണ്, ഇതെന്റെ സ്വപ്നമാണ്, ഞാനിത് നടത്തും. Then you enter into the storeroom. It's dark. ആ സ്റ്റോർ റൂം ഭയങ്കര ഇരുട്ട് നിറഞ്ഞതാണ്. ഫുൾ ഓഫ് ബോക്സസ് ആണ്. മുഴുവൻ ആവശ്യമില്ലാത്ത ബോക്സസും പഴയ കാര്യങ്ങളെല്ലാം കിടക്കാണ്. യു ഓപ്പൺ വൺ. ഒരെണ്ണം തുറന്നു നോക്കുക. അതിൽ മിക്കവാറും നിങ്ങളുടെ ഗ്രീഫ് ഉണ്ടാവും.
സങ്കടങ്ങൾ ഉണ്ടാവും സ്റ്റോർ റൂമിൽ, സങ്കടങ്ങൾ ഉണ്ടാവും, പേടികൾ ഉണ്ടാവും. അടുത്തതിൽ പേടിയായിരിക്കും, പിന്നത്തതിൽ വെറുപ്പായിരിക്കും. ജസ്റ്റ് യു ബ്രീത്ത് ഇൻ കറേജ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ബ്രീത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ സ്റ്റോർ റൂമിലുള്ള എല്ലാ ബോക്സസിനും ഗ്രീഫ്, ഫിയർ, ആൻസൈറ്റി എല്ലാം നമ്മൾ പതുക്കെ പതുക്കെ വൈക്കൗട്ട് ചെയ്യണം, 1 by 1. അവിടെയൊക്കെ അതിനെല്ലാം നമ്മൾ ലൈറ്റ് കൊണ്ടുവരാൻ പോവാണ്. ഓർഗനൈസ് യുവർ ഇമോഷൻസ് വിത്ത് ലവ്. മൊത്തം നമുക്ക് അവിടെ സ്നേഹം കൊണ്ടുവരാം. വേണ്ടുന്ന സ്നേഹത്തിന്റെ ലൈറ്റ് അവിടെ കൊണ്ടുവരാം. എൻ്റെ സ്റ്റോർ റൂം ഏത് സമയവും എനിക്ക് അകത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ, കാല് തട്ടാത്ത രീതിയിൽ, വട്ടേടല്ലാത്ത രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എൻ്റെ സ്റ്റോർ റൂം ഏറ്റവും നല്ല ലെസൺസ്, എനിക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ പറ്റുന്ന ലെസൺസ് അതിനകത്ത്, നന്മയുടെ പാഠങ്ങൾ മാത്രം, സന്തോഷത്തിന്റെ പാഠങ്ങൾ മാത്രമേ ഞാൻ അതിനകത്ത് സൂക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ 4 റൂമും ഞാൻ സെറ്റാക്കി. ഇനി ഞാൻ വരാൻ പോകുന്നത് എൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഫൈനലി യു വാക്ക് ഔട്ട് ടു ദ ബാൽക്കണി. ബാൽക്കണിയിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആഹാ, ആകാശം എത്ര വിശാലമാണ്. ആ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ യു സീ യുവർ ഡ്രീംസ് ഇൻ ദ ഹൊറിസോൺ. നീ നിന്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ കാണുവാണ്. ഒരു ഇളം കാറ്റ് നമ്മുടെ മുഖത്തിന് തഴുകിക്കൊണ്ടേയിരിക്കുന്നു. ബാൽക്കണിയിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ, ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, എൻ്റെ സ്വപ്നങ്ങളെ കഴുകിക്കൊണ്ട് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഒരിളം കാറ്റ് എൻ്റെ മുഖങ്ങളിലേക്ക് എന്നെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവർ സ്മൈൽ, ചിരിച്ചുകൊണ്ടിരിക്കുക. സ്മൈൽ, സ്മൈൽ പ്ലീസ്, ബിക്കോസ് യു ആർ ഹോം. നീ നിന്റെ ഹൗസിനെ ഹോമാക്കി മാറ്റിയിരിക്കുന്നു. നൗ യുവർ ഹൗസ് ഈസ് ക്ലീൻ, quiet and full of light. And full of light. ഇപ്പോൾ നിങ്ങൾ സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഓരോ മുക്കും മൂലയും നിങ്ങൾ ക്ലീൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഡ്രീമിനെ മുന്നോട്ട് പിടിക്കാനുള്ള രീതിയിൽ നിങ്ങൾ ബാൽക്കണിയിൽ വന്നിരിക്കുന്നു. സ്കൈയിൽ കാണുന്നു, ഇളം കാറ്റ് മുഖത്തേക്ക് അടിക്കുന്നു. ആഹാ, നല്ലൊരു സ്മൈല് വരുന്നു. ഇപ്പോൾ വീടിനെ സ്വന്തം വീടാക്കി മാറ്റുന്നു. ദ ഹൗസ് ഈസ് ക്ലീൻ, ക്വയറ്റ് ആൻഡ് ഫുൾ ഓഫ് ലൈറ്റ്. നിങ്ങൾക്ക് പറയാം, പ്ലീസ് സേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പീസ് ഈസ് യുവേഴ്സ്. നൗ സ്ലോലി റിട്ടേൺ. നിങ്ങൾക്ക് കൈകൾ രണ്ടും കൂട്ടിത്തിരുമാം. കൈകൾ രണ്ടും കൂട്ടിത്തിരുമാം. ഓപ്പൺ യുവർ ഐസ്. ഓപ്പൺ യുവർ ഐസ്. ബ്രിങ് ദിസ്, ഈ സന്തോഷം, ഈ പീസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും കൊണ്ടുവരിക. ഈ ഒരു ഇപ്പോൾ നമ്മുടെ സമാധാനം, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളത്, ഈ ഒരു 4 ക്വാളിറ്റീസ് നമ്മളുടെ വീടിനെ എങ്ങനെ എന്തായാലും ഒരു വീടിനെ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു തൂക്കും, അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ക്ലിയർ ആക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മളുടെ വീടിനെ, മനസ്സാകുന്ന വീടിനെ ഓരോ ഐറ്റംസും നമ്മൾ ക്ലിയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലറായിട്ട് കീപ്പ് ചെയ്ത്, ഇതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സോടുകൂടി ഓരോ സമയവും കീപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുക. എല്ലാവർക്കും സന്തോഷം, സമാധാനം നേരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം അവിടെ തീരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം. ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. Thank you so much, ma'am. Feeling so peaceful and relaxed. You captured the essence of emotional well-being with such clarity and grace. The way you connected with us with your warm approach made it more engaging. We are truly grateful to have you with us today. Thank you, ma'am.
Now let us hear some feedback. The floor is open for feedback. Yeah, good job. Good job. We went on a real trip, I can tell you. You went to Trivandrum. Today we went on a lovely trip. So thank you very much. Now, after this, I have to start sweeping and swapping my house. Okay, thank you. Thank you, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ ഫസില മാം. അടിപൊളി സെഷൻ. കുറച്ച് നാളുകളായി മാഡത്തിന്റെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട്. നമ്മള് പല പ്രോഗ്രാമുകളും ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിലും മാഡത്തിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. അടിപൊളിയായിട്ടുണ്ട്. മനസ്സിന്റെ പല രൂപങ്ങള്, മനസ്സിന്റെ മാറ്റങ്ങളിലൂടെ ഒരു നല്ലൊരു ജീവിത ശൈലി ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തന്നു. അടിപൊളിയായിട്ടുണ്ട്. ആദ്യം ഞാൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോ വിചാരിച്ചു സിനിമാ കഥനെ കുറിച്ചോ സിനിമയെ കുറിച്ചൊക്കെ ആയിരിക്കും വലിയ ചർച്ച നടക്കാൻ പോണെന്ന്. പക്ഷെ മനസ്സിന്റെ ആ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇത്ര കുറച്ച് സമയം കൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. താങ്ക് യു വെരി മച്ച്. അടിപൊളി സെഷൻ ആയിട്ടുണ്ട് കേട്ടോ. Thank you so much. Thank you, sir. Anyone can unmute and share your feedback. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ JC വൈറ്റ്ലയുടെ എന്താ പറയുക, ഇത്തരം കഴിവുള്ള ട്രെയിനർമാരുണ്ടെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് ഫസില മാഡത്തിന്റെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം JC വൈറ്റ്ലയ്ക്ക് ഒരു അഭിമാനം തന്നെയാണ് നമ്മുടെ ഫസില മാഡം. കൺഗ്രാറ്റ്സ്. Thank you, sir. Sebi sir, can you speak? യെസ്. ഫസില എത്രയോ വർഷങ്ങളായി ഫസിലയുടെ ട്രെയിനിങ് പ്രോഗ്രാം ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ മിസ്സായെന്ന് വിചാരിച്ചു. നോക്കി വേറെ തിരക്കില്ല. അപ്പൊ കൃഷ്ണ എന്തോ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ സത്യത്തിൽ മ്യൂട്ടായിരുന്നു, അതുകൊണ്ട് റിപ്ലൈ ആയിരുന്നു. അപ്പൊ സന്തോഷം. ഫസില ഗംഭീരായിരിക്കുന്നു. ഞാൻ എവിടെയോ സ്ക്രീൻഷോട്ട് എടുത്ത് തൊടുപുഴ തീരങ്ങള് നമ്മുടെ ജേസി സൗണ്ടണ്ടി തന്നെ വൈറ്റല ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സമയത്തൊക്കെ ഈ ടൈമിങ് ഞാൻ തന്നെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അറ്റൻഡ് ചെയ്യുന്ന വിചാരിക്കും, സമയത്ത് മറന്നുപോയി. ഇന്ന് കൃത്യം സമയത്താവും ഓർത്തു. ഫസില ഗംഭീര കേട്ടോ. ഓക്കെ ഫസില, ഫസ്റ്റ് ടൈം ആട്ടോ. ഗുഡ് മോർണിംഗ് സെബി സർ. സെബി സർ ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ടില്ല എവിടെ ഉണ്ടെന്ന് കേട്ടോ. ഞാൻ പലപ്പോഴും എത്താന്ന് വിചാരിക്കും. ഇത് ചെയ്യുമ്പോ പക്ഷെ സമയത്ത് മറന്നു. പിന്നെ 10-65 വയസ്സൊക്കെ ആയി പയ്യനായിട്ട് നടക്കുമെങ്കിലും. ശരിയെന്നാ, ഓൾ ദ ബെസ്റ്റ്. സെബിച്ചേട്ടാ, സെബിച്ചേട്ടൻ ആരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നൊന്നും എനിക്ക് സെബിച്ചേട്ടനുള്ളത് ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യത്തില്. താങ്ക് യു സോ മച്ച്. നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഇതിൽ വരുമ്പോ ഐ ആം റിയലി ഓണർ വിത്ത് യുവർ പ്രസൻസ്, വിത്ത് സെബിച്ചേട്ടൻ, നിർമ്മല മാം, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. Thank you, sir. Now I invite our Vice President JC Veena Hari for vote of thanks. Good afternoon, everyone. As we come to the end of another wonderful session of Skill Sprint 2025, let's take a moment to appreciate all that we have gained today. Emotional well-being and peace of mind are so important. And thanks to our speaker, JFP Fasila Aziz, we now have a better understanding of how to stay calm and positive in our daily lives. A big thank you to our amazing speaker for sharing her knowledge and making this session so engaging and relatable. A special thanks to our JCI Tripura leadership team, President JC Krishna TS, Secretary JC Abhishek, Treasurer JC Ankit, VP Training JC Sitesh, and Director Training JC Savit for making Skill Sprint 2025 possible with your continuous effort and dedication. And of course, thank you to each one of you who joined us today. Your enthusiasm and presence are what make these sessions so meaningful. Let's carry today's good vibes forward, staying calm and making each day a little better. Thank you all and see you all at the next session. So the learning never stops. See you next week for the next sprint. Thank you. Thank you all. Thank you so much.